MC ഗസയിലേക്ക് വന്ന ഗസ മുനമ്പിലെ സംഭവങ്ങൾ, അവിടെ ഒരു കുഞ്ഞ് തണുത്ത് മരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. ഇതിപ്പോ ദിവസവും നമ്മൾ അത്തരം വാർത്തകളിലേക്ക് പോകേണ്ടി വരികയാണ്. അവിടെ കാലാവസ്ഥ പ്രതികൂലമാണ്, കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന. ഇസ്രായേൽ ഇവർക്കുള്ള പാർപ്പിട സാമഗ്രിയോ ഇല്ലെങ്കിൽ പുതപ്പ് പോലും തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഇളവ്, എന്തെങ്കിലും ഇടപെടൽ കൊണ്ടെങ്കിലും ഇസ്രായേൽ അതിൽ നിന്ന് പിൻവാങ്ങാനോ ഇല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കൾ എത്തിക്കാനോ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇപ്പൊ UN രക്ഷാസമിതിയും അതോടൊപ്പം തന്നെ UN പൊതുസഭയും വളരെ കൃത്യമായിട്ടുള്ള പ്രമേയം പാസാക്കിയതാണ്. ഗസയിലേക്കുള്ള ഈ സഹായ വസ്തുക്കൾ തടയുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ജനതയുടെ ദുരിതം വലിയ തോതിൽ തന്നെ അധികരിപ്പിക്കും. കാരണം രൂക്ഷമായിട്ടുള്ള ഒരു പ്രകൃതിക്ഷോഭമാണ് രൂപപ്പെട്ടത്. അതിലൂടെ ഏറ്റവും ചുരുങ്ങിയത് 30,000 ടെന്റുകളെങ്കിലും തകർന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് അത് നേരിട്ട് തന്നെ ബാധിക്കുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായിട്ട് പുതപ്പുകൾ എത്തിക്കണമെന്ന ഏറ്റവും മിനിമം ആവശ്യം പോലും ഇതുവരെ പൂർത്തീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. റഫ അതിർത്തി തുറക്കാനോ സാധന സാമഗ്രികൾ ആ അതിർത്തി മുഖേന എത്തിക്കാനുള്ള ഒരു നീക്കം പോലും നടക്കുന്നില്ല. കുടിവെള്ളം, ഭക്ഷണം, വെള്ളം, മരുന്ന്, മറ്റു ഉപകരണങ്ങൾ എല്ലാ കാര്യത്തിലും ഈ ഒരു നിഷേധ നിലപാട് തന്നെയാണ് ഇസ്രായേൽ തുടരുന്നത്. കാരണം ഈ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞ ഒരു വ്യവസ്ഥ പോലും പൂർണ്ണമായിട്ട് പാലിക്കാനുള്ള ഒരു താല്പര്യം പോലും ഇസ്രായേൽ നടത്തിയിട്ടില്ല. അതിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കാൻ അമേരിക്ക തയ്യാറായിട്ടുമില്ല. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം മൂലം നിരവധി കുട്ടികൾ മരിക്കുന്ന ഒരവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഒരു കുഞ്ഞു കൂടി അതിശൈത്യം മൂലം മരണപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ കൊലക്ക് ഇസ്രായേൽ തന്നെയാണ് ഉത്തരവാദി എന്നാണ് ഇപ്പോൾ അല്പം മുമ്പ് ആംനസ്റ്റി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കാരണം ഇതും വംശഹത്യയുടെ ഭാഗം തന്നെയാണ്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ആ മനുഷ്യർക്ക് വേണ്ട പ്രതിരോധ ഉപകരണങ്ങൾ എത്തിക്കുക എന്ന മനുഷ്യാവകാശ സംഘടനകളൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത്. അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ആ അർത്ഥത്തിലുള്ള നീക്കങ്ങൾ, കാരണം UN-ഉം UN രക്ഷാസമിതിയും UN പൊതുസഭയും ഒക്കെ ഇത് പാസാക്കിയ പ്രമേയത്തോട് പോലും നീതി പുലർത്താത്ത, അല്ലെങ്കിൽ അതിന് ഇസ്രായേലിനെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാനോ ഈ പ്രകൃതിക്ഷോഭത്തിൽ അകപ്പെട്ട ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഈ മനുഷ്യർക്ക് നീതിയോ സാന്ത്വനമോ ലഭിക്കാനുള്ള ഒരു നീക്കം പോലും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് കരുതാനാവില്ല. അതേസമയം ഇസ്രായേലിനെ കൂടുതൽ ആയുധമണിക്കാനുള്ള നീക്കങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ജർമ്മനിയാണ് $3.1 ബില്യൺ ആയുധ ഇടപാടുകൾ ഇസ്രായേലുമായിട്ട് നടത്താനുള്ള തീരുമാനം ജർമ്മൻ പാർലമെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പ്രത്യക്ഷത്തിൽ പലസ്തീന് വേണ്ടി പലസ്തീൻ ദുരിതത്തിന്റെ കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും പരോക്ഷമായിട്ട് ഇസ്രായേലിനെ കൂടുതൽ ആയുധമണിക്കാനുള്ള നീക്കങ്ങളാണ് അമേരിക്കയും ജർമ്മനിയും അതോടൊപ്പം തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് തുടരുന്നിടത്തോളം പലസ്തീൻ ജനതയുടെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ എന്നത് കൂടുതൽ സങ്കീർണമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ധന്യ.